എലന്തുള്ളിൽ ബിനു എന്ന് പറയുന്ന CPM-ന്റെ സജീവ പ്രവർത്തകൻ, ഈ പറയുന്ന നബീസ, ഈ തിരുവൻപറമ്പിൽ നബീസ അവരെ ഉമ്മയും മകളെയും നിസ്കാരപ്പായയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. അത്തരത്തിൽ ബോംബേർ ഉണ്ടായതിനു ശേഷം ബിനു പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്ന സമയത്ത് പുറകിൽ നിന്ന് വാളും വടിവാളുകളും മറ്റ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് 6ഓളം പേര് ചേർന്നിട്ട് ബിനുവിനെ വെട്ടിക്കൊല്ലുകയാണ്. ബിനുവായിട്ട് ഒരു ചെറിയൊരു തർക്കമുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, അല്ലാതെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഈ മുസ്ലിം ലീഗിൻ്റെയും മറ്റ് ചില ഈ സമുദായ നേതാക്കളും ഇവരൊക്കെ പറഞ്ഞതനുസരിച്ചുള്ള സ്ക്രിപ്റ്റാണ് ഞാൻ പറഞ്ഞത്, പറഞ്ഞതനുസരിച്ചുള്ള മൊഴിയാണ് ഞാൻ കൊടുത്തത് എന്ന നിലയിലേക്ക് പരസ്യമായി നബീസ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ചേട്ടാ, 2001 ജൂൺ 2 കോഴിക്കോട് കല്ലാച്ചി ടൗണിൽ ഒരു CPM പ്രവർത്തകനെ വെട്ടിക്കൊല്ലുന്നു, ഇടംതുള്ളിൽ ബിനു. അപ്പം അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് 6 NDF പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, നബീസ എന്ന സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയെന്ന കേസിലെ മുഖ്യപ്രതിയായിരുന്നു ഈ ബിനു. ശരിക്കും പറഞ്ഞാൽ ആ കേസ്, ആ മാനഭംഗ കേസ് ഫേക്ക് ആണെന്ന് കോടതി വിധി പിന്നീട് വന്നിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബിനു എന്ന വ്യക്തി പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയാകേണ്ടി വന്ന ആളാണോ? ശരിക്കും എന്താണ് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഇതുപോലെ കേസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ നാദാപുരം കല്ലാച്ചി മേഖലയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല, മുമ്പത്തെ ഒരു 10 വർഷം 20 വർഷം മുമ്പത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ CPM-നും ലീഗിനും വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. ഹിന്ദുസും മുസ്ലിംസും, ക്രിസ്ത്യൻസ് അങ്ങനെ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അങ്ങനെയുള്ള ആ പ്രദേശത്ത് CPM-കാർ ഭൂരിഭാഗവും ഹിന്ദുസാണ്, ഈഴവരും അതേപോലെ തന്നെ വിശ്വകർമ്മ ആചാര്യമാർ ഇവരൊക്കെ. മുസ്ലിംസ് എന്ന് പറയുന്നത് അവിടുത്തെ ഗൾഫ് പണം കൊണ്ടുവരുന്ന, അവിടുത്തെ സാമ്പത്തികമായിട്ട് വളരെ റിച്ചായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതിയിലുള്ള ആളുകളാണ്. ഹിന്ദുസ് പൊതുവെ സാധാരണക്കാരുമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉള്ളതാണ്. അവിടെ കാലാകാലങ്ങളായി തന്നെ ഈ പറയുന്ന ഈ മുസ്ലിം വിഭാഗങ്ങൾ അവിടുത്തെ ഈ പറയുന്ന ഈ ഈഴവരും ഇവരൊക്കെ ആയിട്ടുള്ള ആളുകളെ ഈ ചെക്ക പെണ്ണെ എന്നൊക്കെ വിളിച്ച് അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായ സമരം പോലും നടത്തേണ്ട രീതിയിലേക്ക് CPM അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഈ പറയുന്ന നാദാപുരം കല്ലാച്ചി എന്ന് പറയുന്ന പ്രദേശത്തിനുണ്ട്. അതേപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യ രൂപമായിട്ടുള്ള നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന NDF, അത് 1988 ഈ പറയുന്ന നാദാപുരത്താണ് ഉണ്ടായത്. ഈ നാദാപുരത്ത് സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം സമൂഹത്തിനെതിരെ വരുന്ന കേസുകൾ, കാര്യങ്ങൾ അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക ടീം എന്ന നിലയിലായിട്ടാണ് ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ഫണ്ട് സ്വരൂപിക്കുക, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം കൾച്ചർ സെൻറ്റർ എന്ന നിലയിലും അവിടെ ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സിനോടൊപ്പം തന്നെ മറ്റൊരു സംഘടനയും കൊണ്ട് തുടങ്ങി. ഇവരാണ് ഈ കലാപബാധിത പ്രദേശത്ത് ഒക്കെ, മുമ്പൊക്കെ അവിടെ പല സ്ഥലത്തും കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. 1988 ഈ പറയുന്ന നാദാപുരത്ത് കലാപം ഉണ്ടായിട്ടുണ്ട്. ഈ ലാസ്റ്റായിട്ട് നമ്മുടെ തൂണേരി ഷിബിൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അവിടെ വലിയൊരു കലാപം പോലത്തെ ഒരു അന്തരീക്ഷം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ഈ 88 ഈ കാലഘട്ടങ്ങളിൽ ഈ മുസ്ലിം കൾച്ചർ സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു അസോസിയേഷൻ അവർ ഈ കലാപബാധിതം അല്ലെങ്കിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ ചെന്ന് അവിടെ കളരികൾ തുടങ്ങി ആയുധ പരിശീലനം യുവാക്കൾക്ക്, മുസ്ലിം യുവാക്കൾക്ക് കൊടുക്കുന്ന നിലയിലേക്ക് അവർ പോയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ സായുധമായി തന്നെ സംഘടിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടനയായിരുന്നു ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആയിക്കോട്ടെ, മുസ്ലിം കൾച്ചർ സെൻറ്റർ ആയിക്കോട്ടെ. ഇതിൻ്റെയൊക്കെ പിന്നീടുള്ള രൂപം, അതായത് പിന്നീടാണ് ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് പിന്നീട് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്ന നിലയിലേക്ക് NDF-ൻ്റെ മറ്റൊരു പേരിലേക്കൊക്കെ വരികയും അത് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറുകയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടന SDP ആയി വളരുകയൊക്കെ ചെയ്ത് എന്ന നിലയിലേക്കൊക്കെ പോയത് പിന്നീടാണ്. ഇതാണ് അവിടുത്തെ ഒരു ബേസ്, അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു ലീഗും ഈ CPM-ഉം തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും വളരെ പെട്ടെന്ന് അത് ഹിന്ദു മുസ്ലിം സംഘർഷം എന്ന കലാപം എന്ന നിലയിലേക്ക് വളരെ പെട്ടെന്ന് വഴിമാറുന്ന നിലയിലേക്ക് ഹിന്ദുക്കളുടെ വീട് മൊത്തം ആക്രമിക്കപ്പെടുക അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വീട് ആക്രമിക്കപ്പെടുക എന്ന നിലയിലേക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ചേരിതിരിഞ്ഞ് ഉള്ള ആക്രമണം എന്നതിൻ്റെ അപ്പുറത്തായിട്ട് ഇത്തരത്തിൽ വളരെ സംഘർഷബാധിത പ്രദേശം അല്ലെങ്കിൽ സംഘർഷ മേഖല അല്ലെങ്കിൽ ഏത് നിലയിലും സംഘർഷം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പാവുന്ന ഒരു സ്ഥലം എന്ന നിലയിലാണ് ഈ നാദാപുരം കല്ലാച്ചി ഈ മേഖലകളെ നമ്മൾ മുൻകാലങ്ങളിൽ നോക്കി കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഒക്കെ കുറേ മാറി കേട്ടോ. ഈ കേസിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് ഈ 2001 ജനുവരി ഫെബ്രുവരി സമയങ്ങളിൽ എന്നൊക്കെ പറയുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള കാഹളം മുഴങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് UDF-ന് ജയിക്കണം എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ UDF-ൻ്റെ ഒരു പ്ലാൻഡ് ഓപ്പറേഷനാണ് ഈ ഒരു കൊലപാതകം എന്ന നിലയിലൊക്കെ അന്ന്
ചർച്ചകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ആരോപണം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചർച്ചകളുണ്ടായിരുന്നു. ഇതിനകത്ത് വന്ന ആരോപണം എന്ന് പറയുന്നത് 2001 ഇതേപോലെ ഒരു ജനുവരി കാലത്ത് അവിടെ പെട്ടെന്ന് ഈ നാദാപുരം എന്ന് പറയുന്ന പ്രദേശത്ത് വീടാന്തരം ഒരു ചർച്ച നടക്കുകയാണ്. ഈ എലന്തുള്ളിൽ ബിനു എന്ന് പറയുന്ന CPM-ന്റെ സജീവ പ്രവർത്തകൻ, ഈ പറയുന്ന നബീസ, ഈ തിരുവൻപറമ്പിൽ നബീസ അവരെ ഉമ്മയും മകളെയും നിസ്കാരപ്പായയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. നിസ്കാരപ്പായയിൽ വെച്ച് പീഡിപ്പിച്ചു, ബിനു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ടോക്ക് നാട്ടിലെ ഒരു ചർച്ച പെട്ടെന്ന് നാട്ടിൽ പൊട്ടിപ്പറവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഇതിനെ വലിയ തരത്തിൽ UDF-ഉം BJP-യും ഒക്കെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്നു. CPM വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നു. ആ സംഭവം കേരളം ഒട്ടക്ക് ചർച്ച വരുന്നു. പ്രത്യേകിച്ച് നിസ്കാരപ്പായയിൽ വെച്ച് ഒരു മുസ്ലിം സ്ത്രീയെയും മകളെയും പീഡിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മതവികാരം വല്ലാതെ വ്രണപ്പെടുന്ന ഒരു പരാതിയായിരുന്നു. അത്തരത്തിൽ വലിയ ചർച്ച വരികയും ആ മുസ്ലിംസ് വലിയ രീതിയിൽ തന്നെ ഈ വിഷയത്തെ ഏറ്റെടുക്കുകയും അവരുടെ ഒരു മതപരമായ പ്രശ്നം എന്ന നിലയിൽ തന്നെ ഈ വിഷയത്തെ കാണുകയും ചെയ്തു. അങ്ങനെ ഈ ബിനു എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു പരാതിയിലേക്കും കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ബിനു എന്ന് പറയുന്ന വ്യക്തിക്ക് ജോലി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ബിനു എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ബിനുവിന് നേരെ അക്രമങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ബിനുവിനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ബിനുവിൻ്റെ വീട് കത്തിക്കുന്നു, ബിനുവിനൊരു ജീപ്പ് ഡ്രൈവറായിട്ട് പോകുന്നു, ബിനു പോകുന്ന ജീപ്പ് പണി കിട്ടാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ ബിനു എന്ന് പറയുന്ന ഈ കുറ്റാരോപിതൻ ആയിട്ടുള്ള വ്യക്തിയെ ഏതൊക്കെ തരത്തിൽ നശിപ്പിക്കാവോ ആ തരത്തിലെല്ലാം അപ്പോഴത്തെ NDF, ഈ മുസ്ലിം കൾച്ചർ സെൻറ്ററും ഈ പറയുന്ന മുസ്ലിം ലീഗും ഒക്കെ തന്നെ അതിനെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഉടനെ ഒരു ദിവസം കല്ലാച്ചി ടൗണിൽ ബിനു ഒരു ദിവസം ജീപ്പിൽ വന്നിറങ്ങുകയാണ്. ജീപ്പ് ഡ്രൈവറാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ജീപ്പിൽ വന്നിറങ്ങുന്ന സമയത്ത് കല്ലാച്ചി ടൗണിൽ വെച്ച്, വളരെ ചെറിയൊരു ടൗണാണ് ഈ കല്ലാച്ചി എന്ന് പറയുന്നത്, 2001 ജൂൺ 2 വൈകിട്ട് ഒരു 5 മണി സമയത്താണ് ഈ കല്ലാച്ചി ടൗണിൽ ഈ ബിനു വന്നിറങ്ങുന്ന സമയത്ത് അവിടെ അത്യാവശ്യം വൈകിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുള്ള ഒരു സമയമാണ്. ആ സമയത്ത് വന്ന് ഇറങ്ങുന്ന പാടെ തന്നെ ജീപ്പിന് മുമ്പിലും പിന്നിലുമായിട്ട് ബോംബ് എറിയുണ്ടാവുകയാണ്. അങ്ങനെ ഈ NDF-കാരാണ് ചെയ്യുന്നത്, ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഇവരാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ബോംബേർ ഉണ്ടായതിനു ശേഷം ബിനു പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്ന സമയത്ത് പുറകിൽ നിന്ന് വാളും വടിവാളുകളും മറ്റ് മാരകായുധങ്ങളും ഉപയോഗിച്ച് 6ഓളം പേര് ചേർന്നിട്ട് ബിനുവിനെ വെട്ടിക്കൊല്ലുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ഭീകരവാദ സംഘടനകൾ ഒരു വ്യക്തിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നോ അതിന് സമാനമായ രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നത്. ഭീകരമായിട്ടെന്ന് വെച്ചാൽ അതിഭീകരമായിട്ടുള്ള, വളരെ നിഷ്ഠൂരമായിട്ടുള്ള, തലയോട്ടിയൊക്കെ പൊട്ടിച്ചെതറുന്ന രീതിയിലേക്കുള്ള നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു. പിന്നെ ദേഹം ആസകലം വെട്ടുകളുണ്ടായിരുന്നു, ഭീകരമായിട്ട് തന്നെ വെട്ടുണ്ട്, ആഴത്തിലുള്ള വെട്ടുകളുണ്ടായിരുന്നു. അപ്പം ഇവർ ഈ കളരിയൊക്കെ ചെയ്ത് ആയോധന കലകൾ പഠിച്ച് അവരെ ഇതിനു വേണ്ടിയിട്ടുള്ള സായുധമായി സംഘടിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള ശാരീരികമായിട്ടുള്ള വഴക്കങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഈ തരത്തിലുള്ള കൊലപാതകത്തിന് ഇറങ്ങുന്നത്. ഈ പറയുന്ന ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന നിലയിലുണ്ടായിരുന്ന NDF, ആ NDF നാഷണൽ ഡിഫൻസ് ഫ്രണ്ട് എന്ന നിലയിലേക്ക് പേര് രൂപാന്തരപ്പെട്ടതിന് ശേഷം നടത്തുന്ന ആദ്യ കൊലപാതകം കൂടിയാണ് ഈ ബിനുവിൻ്റെ കൊലപാതകം എന്ന നിലയിലും അറിയപ്പെടുന്നുണ്ട്. ഈ NDF ഈ നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്ന നിലയിലേക്ക് പേര് മാറ്റിയതിന് ശേഷം നടത്തുന്ന ആദ്യ കൊലപാതകം എന്ന നിലയിൽ ഇതിനെ പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള ഒരു പ്രചരണം കിട്ടി. പ്രത്യേകിച്ച് ഈ NDF-ൻ്റെയൊക്കെ ഒരു തന്ത്രം എന്ന് പറയുന്നത്, അവരുടെയൊക്കെ രീതി എന്ന് പറയുന്നത്, ഒരാളെ കൊലപ്പെടുത്തുന്നതിലെ ഒട്ടനേകം പേരെ ഭയപ്പെടുത്തുക എന്നൊരു നിലയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അതേ തന്ത്രം തന്നെയാണോ, അതേ സ്ട്രാറ്റജി തന്നെയായിരുന്നു ഈ ബിനുവിൻ്റെ കേസിൻ്റെ അകത്തും അവിടെ ഉണ്ടായിരുന്നത്. ബിനുവിനെ അത്തരത്തിൽ നടു റോഡിലിട്ട് പട്ടാപ്പകൽ ഒരു ജംഗ്ഷനിൽ ഒരു 100 കണക്കിന് ആൾക്കാരുള്ള ഒരു പ്രദേശത്ത് വെച്ച് ആളുകളുടെ മുന്നിൽ വെച്ച് വളരെ നിഷ്ഠൂരമായി കൊല ചെയ്യുമ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഭീകരത, അന്തരീക്ഷം, ഭയം, ആ ഭയമായിരുന്നു ഇവരെ വളരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകമായി ഇവർ കണക്കാക്കിയത്. അങ്ങനെ ബിനുവിൻ്റെ അവിടെ കൊലപ്പെടുത്തുന്നു. ആ കേസിൻ്റെ അകത്ത് 12ഓളം പേരെയാണ് പ്രതികളായിട്ട് കണ്ടെത്തിയത്. തുടർന്ന് ആ കേസിൻ്റെ അകത്ത് 6 പേരെ കോടതി ശിക്ഷിക്കുന്ന നിലയിലേക്ക് പോയി. അങ്ങനെ നബീസയുടെ കേസിലോട്ട് വരുമ്പോൾ ആ ഒരു കേസ് ഫേക്ക് ആണെന്ന് കോടതി. അതെ. അങ്ങനെ ഞാൻ ഇതിൻ്റെ സാഹചര്യം പറഞ്ഞു വരുന്നത്, അതായത് ഈ നബീസ, ഈ ബിനു കൊല്ലപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ NDF-കാരെ കണ്ടെത്തുന്നു, ഇതിൻ്റെ കോടതി നടപടികൾ നടക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഈ ബിനുവിൻ്റെ ഫാദർ ഒരു കേളപ്പൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്, കേളപ്പൻ ചേട്ടന് പിന്നെ മാതാവുണ്ട്. ഈ മാതാവിന് ബിനുവിൻ്റെ കൊലപാതകത്തെ തുടർന്ന് മാനസിക നില തെറ്റി.
മാനസിക നില തെറ്റി അവർ ഏകദേശം ബിനുവിൻ്റെയൊക്കെ പ്രായമായിട്ടുള്ള, ബിനുവിന് കേവലം 22-23 വയസ്സുണ്ടായിരുന്നുള്ളൂ ഈ കൊല്ലപ്പെടുന്ന സമയത്ത്. അപ്പം ഈ ബിനുവിൻ്റെയൊക്കെ പ്രായമുള്ള ചെറുപ്പക്കാരെ കാണുന്ന സമയത്ത് ഈ അമ്മ എൻ്റെ മോനല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഓടിപ്പോയി എൻ്റെ മോൻ ബിനു എവിടെയാണ്, എൻ്റെ മോൻ ബിനു എവിടെയാണെന്ന് ഈ നാദാപുരത്തും കല്ലാച്ചിയിലെയും ടൗണിലൂടെ അവരെ ഒരു സാരിയും ബ്ലൗസും തന്നെയാണ് അവർ ഇട്ട് നിൽക്കെങ്കിലും എങ്ങനെയൊക്കെയോ സാരി ഉടുത്തൊരു പഴയ സാരി, അല്ലെങ്കിൽ കീറിപ്പറഞ്ഞൊരു സാരി, അല്ലെങ്കിൽ ഒരു വൃത്തിഹീനമായ സാരിയൊക്കെ ഉടുത്ത് അവരങ്ങനെ നടക്കുകയാണ്. ഒരു ഭ്രാന്തമായ അവസ്ഥയിലൂടെ അവർ നടക്കുകയാണ്. അവരെ ആർക്കും സമാധാനിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല, ആർക്കും അവരെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്ന് കഴിയുന്നില്ല. ആ നിലയിലേക്ക് പോകുന്നു. ഒരു പീഡന കേസ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആരും തന്നെ ഈ ബിനുവിന് വേണ്ടി പ്രത്യേകിച്ച് വാദിക്കാൻ വേണ്ടിയിട്ടും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. ഒരു പീഡന കേസിൻ്റെ അകത്ത് ആരെങ്കിലും പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ഇപ്പോഴത്തെ കാലത്തൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടാവും. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ പീഡന കേസിൽ പെടുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അകത്ത് ചെയ്തോ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് പോലും ആരും ചോദിക്കില്ല. അവനെ കുറ്റവാളിയായിട്ട് തന്നെ മുദ്രകുത്തും. അതാണ് അതിൻ്റെ ഒരു നാട്ടു നടപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അവനെ പ്രത്യേകിച്ച് സംരക്ഷിക്കാനോ അവന് വേണ്ടി പറയാനോ ആരും ഇല്ലാണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അമ്മയുടെ മാനസിക നില തെറ്റിയിട്ട് ഭ്രാന്തമായ അവസ്ഥയിൽ നാദാപുരത്തും കല്ലാച്ചി ടൗണിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അവർ. എൻ്റെ മോനെവിടെ, ബിനുവിനെ കണ്ടോ, അല്ലെങ്കിൽ ബിനുവിൻ്റെ പ്രായമുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് അവരെ കെട്ടിപ്പിടിക്കുകയാണ്. ബിനു മോനാണോ, അവനെ എവിടെ, നീ എന്താ വീട്ടിലേക്ക് വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ അങ്ങനെ ആ നാട്ടിലെ ആളുകൾക്ക് മാനസികമായി ഇത് കണ്ട് അവരെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ നബീസയും ഈ ഒരു കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. നബീസയ്ക്ക് ഇവരെ ഇങ്ങനെ ഈ നിലയിൽ കാണുമ്പോൾ, ഓരോ തവണ കാണുമ്പോൾ ഭയങ്കര കുറ്റബോധം ഉണ്ടാവുകയാണ്. കുറ്റബോധം കൊണ്ട് അവർ ഒരു എന്താ പറയുക, അഗ്നിപർവ്വതത്തിന് മുകളിൽ ഇരിക്കുന്ന തരത്തിലേക്ക് ഒരു രീതിയിലേക്ക്, ഒരു നിലയിലേക്ക് അവരുടെ മാനസികാവസ്ഥ പോവുകയാണ്. അങ്ങനെ എന്തായാലും അഗ്നിപർവ്വം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വയ്യ. അങ്ങനെ അവരെ ഈ കുറ്റബോധം താഴെ ഇറക്കി വെക്കണമെങ്കിൽ ഈ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് എപ്പോഴെങ്കിലും അവർക്ക് ഇത് തുറന്നു പറയേണ്ട അവസ്ഥയുണ്ട്. അങ്ങനെ അവർ ഈ പറയുന്ന കല്ലാച്ചിയിൽ എനിക്ക് തോന്നുന്നു പിന്നീട് അവർ മാധ്യമങ്ങളോടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. മാധ്യമങ്ങൾ അവർക്ക് വാർത്താ സമ്മേളനം നടത്തണം എന്ന നിലയിലേക്ക് വന്നു. അങ്ങനെ മാധ്യമങ്ങൾ, അന്നുണ്ടായിരുന്ന മാധ്യമങ്ങളോട് പിന്നീട് ഈ ഒരു വിഷയത്തെക്കുറിച്ച്, ഈ ബിനു എന്ന് പറയുന്ന വ്യക്തി എന്നെ പീഡിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല, ബിനുവായിട്ട് ഒരു ചെറിയൊരു തർക്കമുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, അല്ലാതെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഈ മുസ്ലിം ലീഗിൻ്റെ മറ്റ് ചില ഈ സമുദായ നേതാക്കളും ഇവരൊക്കെ പറഞ്ഞതനുസരിച്ചുള്ള സ്ക്രിപ്റ്റാണ് ഞാൻ പറഞ്ഞതനുസരിച്ചുള്ള മൊഴിയാണ് ഞാൻ കൊടുത്തത് എന്ന നിലയിലേക്ക് പരസ്യമായി നബീസ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അവർ പറഞ്ഞത് ശരിയാണ്, അവരുടെ കുറ്റബോധം ഇറക്കി വെച്ചു. പക്ഷേ അപ്പോഴത്തേക്കും ഈ നാട്ടുകാരും അല്ലെങ്കിൽ മറ്റെല്ലാവരും തന്നെ കുറ്റക്കാരനായി കണക്കാക്കിയ ഒരു മനുഷ്യനെ ഈ മതത്തിൻ്റെ പേരിൽ അത് അവർ ചെയ്തത് ഈ ഒരു നിസ്കാരപ്പായിൽ നിന്നായതുകൊണ്ട് തന്നെ അതൊരു മതപ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് NDF-കാർ, നാദാപുരം ഡിഫൻസ് ഫോഴ്സ്, പിന്നീട് ഈ പറയുന്ന നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്ന നിലയിലേക്ക് പേര് രൂപാന്തരപ്പെട്ടതിന് ശേഷം അവർ കൊലപ്പെടുത്തുകയാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ആ അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സംഭവത്തെ ഈ മറ്റേ ഈ പറയുന്ന ബിനുവിൻ്റെ അച്ഛനുണ്ട് കേളപ്പൻ. ഈ കേളപ്പൻ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു, ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ആദ്യ കൊലപാതകങ്ങളിലൊന്നായിട്ട് എൻ്റെ മകനെ കേൾക്കണം. അങ്ങനെ ഒട്ടനവധി പേർക്ക് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിലൂടെ നീതി ലഭിച്ചു എന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ പറയുന്ന നിലയിൽ ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളായിക്കോട്ടെ, ഈ പറയുന്ന നാദാപുരം, ഈ കല്ലാച്ചി, ഈ മേഖലകളിലൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ ഇഷ്യൂ പെട്ടെന്ന് തന്നെ ഒരു മതപരമായ ഇഷ്യൂ മാറും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്തും കൂടി ഈ സംഭവങ്ങളുണ്ടായി. അത്തരത്തിലുള്ള ഒരു നില അവിടെ ഉണ്ട് ജനങ്ങൾക്കിടയിൽ.